വെക്ടർ ആൾജിബ്ര ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. പുതിയ സെഷനിലേക്ക് വരുന്നു. വെക്ടർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. നമ്മൾ സ്കാലാർ പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇതെല്ലാമാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി വെക്ടറുകൾ തമ്മിൽ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ഇഫ് എ ആൻഡ് ബി, എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ടു നോൺ സീറോ വെക്ടേഴ്സ്. നമ്മൾ സീറോ അല്ലാത്ത വെക്ടറിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ടു നോൺ സീറോ വെക്ടേഴ്സ് ആൻഡ് തീറ്റ ഈസ് the angle between them. രണ്ട് നോൺ സീറോ വെക്ടർ ആണ്, അതിൻ്റെ അടുത്ത് ഒരു ആംഗിൾ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ആംഗിൾ തീറ്റയാണ്, ആംഗിൾ ബിറ്റ്വീൻ ദം. ദെൻ their vector product or cross product is denoted by A cross B. ഇത് വായിക്കുക, A cross B. A into B എന്ന് വായിക്കരുത്. ഏതർ ഇൻറ്റു ബി ആണെങ്കിലും A cross B എന്നാണ് ഇത് വായിക്കുക. A dot B then A cross B. A dot B നേരത്തെ പറഞ്ഞു സ്കാലാർ പ്രൊഡക്റ്റ്. ഇവിടെ A cross B. It is defined as A cross B, A vector cross B vector is equal to, definition ശ്രദ്ധിച്ചോ, modulus of A vector into modulus of B vector into sin theta, തീറ്റൻ്റെ സൈൻ ആണ്, പിന്നെ into n cap. അപ്പോൾ സ്വാഭാവികമായിട്ട് n cap പുതിയൊരാളാണ്, അത് ആരാന്ന് പറയണം. where n cap is a unit vector perpendicular to unit vector perpendicular to both A and B. എക്കും ബിക്കും പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടർ കഴിഞ്ഞില്ല. so that A vector comma B vector comma n cap form a right-handed system. അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ A and B are two non-zero vectors and theta is the angle between them. Then their vector product or cross product is denoted by A cross B and is defined as A cross B is equal to modulus of A vector into modulus of B into sin theta into n cap, where n cap is a unit vector perpendicular to both A vector and B vector, so that A, B, n cap form a right-handed system. ഇനി അതെന്താന്ന് മനസ്സിലായിക്കോ. A, B, n cap form a right-handed system എന്ന് പറഞ്ഞാൽ എന്റെ ഡയറക്ഷനിൽ ബിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താൽ ആ സ്ക്രൂ അഡ്വാൻസ് ചെയ്ത് വരുന്ന ഡയറക്ഷൻ ആയിരിക്കും എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ. എന്തായി പറഞ്ഞത്? ഇതിപ്പോ എന്റെ ഡയറക്ഷനാന്ന് വിചാരിക്കും, ഇത് ബിന്റെ ഡയറക്ഷനാണ് വിചാരിക്കും. ഇവിടെ എങ്ങനെയാ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിനെങ്ങനെ എന്റെ ഡയറക്ഷനിൽ നിന്ന് ബിന്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ കറക്കിയിട്ട് ആ സ്ക്രൂ ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പൊ ആ സ്ക്രൂ ഇങ്ങനെ കടന്നു വരുന്ന ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഡയറക്ഷനിലായിരിക്കും എൻ ക്യാപ്പ്.
അപ്പൊ എ ബി എൻ ക്യാപ്പ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ when a right handed screw is rotated from the direction of A to the direction of B, then the screw advances along the direction of n cap. അപ്പൊ എ ബി എൻ ക്യാപ്പ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളത് ബി എ ആക്കുമ്പോൾ, ആദ്യം ബി പിന്നെ എ ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിരിച്ച് സ്ക്രൂ കൊണ്ട് എടുത്തതിന് പകരം തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കറക്കിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്. അപ്പൊ അത് ഉള്ളിലേക്കല്ലേ പോവാ. അപ്പൊ റൈറ്റ് ഹാൻഡ് സിസ്റ്റം കിട്ടണമെങ്കിൽ എൻ ക്യാപ്പിന് പകരം ആരെ വെക്കണം? മൈനസ് എൻ ക്യാപ്പ് വെക്കണം. അത് നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ എ കോമ ബി കോമ എൻ ക്യാപ്പ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ബി എ നാക്കുമ്പോ റൈറ്റ് ഹാൻഡ് സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ആ എൻ ക്യാപ്പ് ഉള്ളോടത്ത് മൈനസ് എൻ ക്യാപ്പ് ആവണം. അതുകൊണ്ട് തന്നെ നമ്മൾ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഇതാ ഇങ്ങനെയാണ്. അപ്പൊ ബി ക്രോസ് എ ആണ് പറയുന്നതെങ്കിൽ മോഡ് ബി മോഡ് എ സൈൻ തീറ്റ ഇതിലൊന്നും മാറ്റല്ല. പക്ഷെ എൻ ക്യാപ്പ് ഉള്ളോടത്ത് മൈനസ് എൻ ക്യാപ്പ് എഴുതേണ്ടി വരും. അപ്പൊ ഈ എ ക്രോസ് ബി കിട്ടുന്ന ആൻസറിന്റെ നെഗറ്റീവ് ആണ് ബി ക്രോസ് എക്ക് കിട്ടുക. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാ. അതുകൊണ്ട് തന്നെ വെക്റ്റർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി ബി ക്രോസ് എ രണ്ടും ഈക്വൽ അല്ല. കാരണം ഈ എൻ ക്യാപ്പിന് പകരം ബി ക്രോസ് എ പറയുമ്പോൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? മൈനസ് എൻ ക്യാപ്പ് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി പറയാം. എ ക്രോസ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. എൻ ക്യാപ്പിനെ കൃത്യമായിട്ട് അറിയണം. എൻ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്. അത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അതോടൊപ്പം എ ബി എൻ ക്യാപ്പ് ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്ന വെക്ടേഴ്സ് ഉണ്ടോ? നേരത്തെ ഉണ്ടോ? ഒരു ടീം നമ്മുടെ കയ്യിലുണ്ട്. ആര്? ഐ ജെ കെ. ഐ ജെ കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഐ ഒ എക്സിന്റെ ഡയറക്ഷനിലാണ്, നിങ്ങൾക്കറിയാം. ജെ ഒ വൈന്റെ ഡയറക്ഷനിലാണ്, ഒ വൈന്റെ ഡയറക്ഷനാണ് ജെ. അപ്പൊ ഇങ്ങനെയാണ് ഓ സെറ്റ് ഉണ്ടാവുക അങ്ങോട്ട്. അതിന്റെ ഡയറക്ഷനിലാണ് കെ ഉള്ളത്. അപ്പൊ ഐ ജെ കെ ആൾവേസ് ഫോം എ റൈറ്റ് ഹാൻഡ് സിസ്റ്റം. അപ്പൊ ജെ കെ നാക്കുമ്പോ അത് അപ്പുറത്തേക്കാ പോവാ, മൈനസ് കെ. ജെ കെ ആവുമ്പോ ജെ ഐ ആവുമ്പോ മൈനസ് കെ നാക്കണം റൈറ്റ് ഹാൻഡ് സിസ്റ്റം. ഐ ജെ കെ ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റം. അപ്പൊ ജെ ഐ മൈനസ് കെ റൈറ്റ് ഹാൻഡ് സിസ്റ്റം. ഐ ജെ കെ റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ജെ കെ ഐ ഫോം ചെയ്യും, കെ ഐ ജെയും ഫോം ചെയ്യും. സൈക്ലിക് ഓർഡർ മാറ്റാതെ നിർത്തുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സിസ്റ്റം നിലനിൽക്കും. സൈക്ലിക് ഓർഡർ മാറ്റുമ്പോ മൂന്നാമത്തെ വെക്ടർ മൈനസ് ആക്കണം. അത്രയും മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് എ ക്രോസ് ബിയെ പറ്റി നല്ലോണം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, എന്താണ് ഈ ആൻസർ കിട്ടുക? മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതിയാൽ ആ ആൻസർ ലാസ്റ്റ് എൻ ക്യാപ്പ് ഒരു വെക്ടർ ആണ്, ബാക്കി എല്ലാവരും നമ്പേഴ്സ് ആണ്. മോഡ് എ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, മോഡ് ബി ഒരു പോസിറ്റീവ് നമ്പർ ആണ്, സൈൻ തീറ്റ ഒരു നമ്പർ ആണ്. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം തീറ്റ എന്ന് പറഞ്ഞ രണ്ട് വെക്ടറിന്റെ അടുക്കുള്ള ആംഗിളാ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് വെക്ടറിന്റെ അടുക്കുള്ള ആംഗിളിന്റെ റേഞ്ച് ഇതാണ്. അത് തീറ്റ 0 ആവുമ്പോഴും തീറ്റ പൈ ആവുമ്പോഴും നമ്മുടെ സൈൻ തീറ്റ 0 ആവും. ബാക്കിയുള്ള എല്ലാ സൈൻ തീറ്റയും പോസിറ്റീവ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ തൽക്കാലം തീറ്റ 0 അല്ല പൈയും അല്ല എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ലൈക്കും അല്ല അൺലൈക്കും അല്ല എന്ന് വിചാരിക്കും നമ്മുടെ വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ ഈസ് ആൾവേസ് പോസിറ്റീവ്. ഈ മൂന്ന് നമ്പർ ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്. ഒരു പോസിറ്റീവ് നമ്പറിനെ എൻ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടല്, എൻ ക്യാപ്പ് ഒരു വെക്ടർ ആയതുകൊണ്ട് കിട്ടൽ ഒരു വെക്ടറാണ്. അതോടൊപ്പം അതിന്റെ ഡയറക്ഷൻ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഡയറക്ഷൻ അതേ വെക്ടറിന്റെ തന്നെയായിരിക്കും. അപ്പോ എ ക്രോസ് ബി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ ക്യാപ്പ്. എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പോ എ ക്രോസ് ബി രണ്ട് വെക്ടർ എയും ബിയും ക്രോസ് ചെയ്താൽ കിട്ടൽ ഒരു വെക്ടറാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് വെക്ടർ പ്രൊഡക്റ്റ് പറയുന്നത്. ആ വെക്ടറിന്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇത് എയും ഇത് ബിയും വിചാരിക്കും.
ഒ എ ഒ ബി ആയിക്കോട്ടെ. അപ്പൊ ഈ രണ്ട് വെക്ടറുകളെ ക്രോസ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലറാ. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വെക്ടർ ഈ ബോർഡിൽ വരക്കാൻ പറ്റുമോ? ഇപ്പൊ ഇതാണ് ഫിഗർ എങ്കിലും എക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഇങ്ങനെ വരക്കാം, ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വരക്കാം. പക്ഷെ ഈ എ വെക്ടറിനും ബി വെക്ടറിനും അഥവാ ഒ എക്കും ഒ ബിക്കും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് ഈ ബോർഡിൽ ഒരു ലൈൻ വരക്കാൻ പറ്റില്ല. പിന്നെ അത് എങ്ങനെ വരിക? അത് ഇങ്ങനെ വെക്കേണ്ടി വരിക. ഈ ബോർഡിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വെച്ചാൽ അത് എക്കും എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ഡയറക്ഷനിലാണ് ആര് വരിക? എ ക്രോസ് ബി വരിക. അപ്പൊ എ ക്രോസ് ബി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. അപ്പം രണ്ട് നോൺ സീറോ വെക്ടറുകൾ ലൈക്കും അല്ല അൺലൈക്കും അല്ല, തൽക്കാലം അങ്ങനെ വിചാരിക്കുക. ലൈക്കും അല്ല അൺലൈക്കും അല്ലാത്ത രണ്ട് നോൺ സീറോ വെക്ടറുകളെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാ കിട്ടല് is a vector which is perpendicular to the plane containing a vector and b vector. എയും ബിയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എ ക്രോസ് ബി വരിക. അപ്പൊ ഈ ബോർഡിലാണ് എയും ബിയും എങ്കിൽ ഈ ബോർഡിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എ ക്രോസ് ബി വരിക. നിങ്ങളുടെ പേപ്പറിലാണ് എയും ബിയും എങ്കിൽ നിങ്ങളുടെ പേപ്പറിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എയും ബിയും വരിക. വേറെ അപ്പുറത്തെ പ്ലെയിനിലാണെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എ ക്രോസ് ബി വരിക. അപ്പൊ എ ക്രോസ് ബി ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. 3D ജോമെട്രിയിലൊക്കെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാട്ടോ. സോ എ ക്രോസ് ബിയെ പറ്റി പറഞ്ഞു. If A and B are two non-zero non-collinear vectors, A cross B is a vector perpendicular to the plane containing A and B. അങ്ങനെയാണെങ്കിൽ ഹലോ A cross B divided by modulus of A cross B എന്ത് വെക്ടർ ആയിരിക്കും? ഒരു വെക്ടറിനെ മോഡുലസ് ഡിവൈഡ് ചെയ്താൽ അത് യൂണിറ്റ് വെക്ടർ ആവും. സോ ദിസ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. അപ്പൊ രണ്ട് വെക്ടർ എന്നിട്ട് ആ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ചോദിച്ചാൽ എ ക്രോസ് ബി ചെയ്താൽ മതി. ഒരു യൂണിറ്റ് വെക്ടർ ചോദിച്ചാൽ എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി. ഇനി ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ എയും ബിയും സീറോ അല്ലാത്ത വെക്ടർ എന്ന് പറഞ്ഞാ തുടങ്ങിയത്. എയും ബിയും സീറോ അല്ലാത്ത വെക്ടർ ആണെങ്കിൽ ഈ ഡെഫിനിഷൻ ഉപയോഗിക്കാം. സീറോ വെക്ടർ ആണ് എന്താ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത? സീറോ വെക്ടർ ആകുമ്പോൾ ഡയറക്ഷൻ കാണിക്കാൻ പറ്റൂല. ഡയറക്ഷൻ രണ്ടിനും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഇടയ്ക്ക് ആംഗിൾ തീറ്റ പറയാൻ പറ്റുള്ളൂ. ഈ തീറ്റ ഉണ്ടെങ്കിൽ മാത്രമേ സൈൻ തീറ്റയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡെഫിനിഷൻ ഉപയോഗിക്കുക നോൺ സീറോ വെക്ടേഴ്സിന്. ഇനിയിപ്പോ സീറോ വെക്ടർ വന്നാൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. സീറോ വെക്ടർ വന്നാൽ എ വെക്ടർ സീറോ വെക്ടർ ആയി, അല്ലെങ്കിൽ ബി വെക്ടർ സീറോ വെക്ടർ ആയി, അതല്ലെങ്കിൽ രണ്ടും സീറോ ആയി. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. വി ഡിഫൈൻ A cross B is equal to zero vector, not zero number. കാരണം ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും വെക്ടറാണ്. ഡോട്ട് പ്രോഡക്റ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് എയോ ബിയോ സീറോ ആവുകയാണെങ്കിൽ എ ഡോട്ട് ബിന് സീറോ നമ്പർ എന്നാണ് പറഞ്ഞത്. ഇവിടെ അത് സീറോ വെക്ടറാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എ ക്രോസ് ബി വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. ലൈക്കും അൺലൈക്കും അല്ലാത്ത കേസിലാണ്. ലൈക്കോ അൺലൈക്കോ ആണെങ്കിൽ, അതായത് ലൈക്ക് പാരലല് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ അൺലൈക്ക് ആയിട്ട് നിൽക്കുക. ഈ കേസിൽ നമുക്ക് എ ക്രോസ് ബി ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടൂല. കാരണം ഇതാണ് കേസെങ്കിൽ തീറ്റ സീറോ അല്ലേ? തീറ്റ സീറോ അല്ലേ? തീറ്റ സീറോ ആവുമ്പോൾ സൈൻ തീറ്റ എന്താവും? സൈൻ തീറ്റ സീറോ ആവും. അപ്പൊ ഇത് മൊത്തത്തിൽ സീറോ ആവും. സീറോ വെക്ടർ ആയി പോവും. സീറോ വെക്ടറിന് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഈ കേസിൽ തീറ്റ പൈ ആവും 180 ഡിഗ്രി. അപ്പോഴും സൈൻ തീറ്റ സീറോ ആവും. അപ്പോഴും നമ്മളെ ക്രോസ് പ്രോഡക്റ്റ് സീറോ ആവും. അപ്പൊ ലൈക്കോ അൺലൈക്കോ, അതായത് പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് സീറോ വെക്ടർ ആണ്. അതിന് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ രണ്ട് വെക്ടർ ക്രോസ് ചെയ്തിട്ട് ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമെന്നും പറയാൻ പറ്റില്ല. വരില്ല, കാരണം സീറോ വെക്ടർ വരിക. ഇതും കേസ്. ഇങ്ങനത്തെ കേസിലാണ് ബോർഡിന് ഇപ്പൊ ഇങ്ങനെ ആയാലും മതി, അക്യൂട്ട് ആംഗിൾ തന്നെ ആവണമെന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന രണ്ട് നോൺ സീറോ വെക്ടർ ആണെങ്കിലും തീറ്റപ്പം ഒബ്റ്റ്യൂസ് ആണെങ്കിലും ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റും ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ എയും ബിയും സീറോ അല്ലാത്ത പാരലൽ അല്ലാത്ത രണ്ട് വെക്ടർ ആണെങ്കിൽ എ ക്രോസ് ബി ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി ബൈ ഡെഫിനിഷൻ. ലൈക്കോ അൺലൈക്കോ ആണെങ്കിൽ സൈൻ തീറ്റ സീറോ ആവും. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് സീറോ വെക്ടർ ആവും. എയോ ബിയോ സീറോ വെക്ടർ ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് പ്രത്യേകം ഡിഫൈൻ ചെയ്യുന്നു, സീറോ വെക്ടർ ആണ്. അപ്പൊ ഞാൻ കുറച്ച് നോട്ട്സ് പറയാം. നോട്ടായിട്ട് എഴുതി വെക്കേണ്ടത്, ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം നോട്ടായിട്ട് എഴുതി വെക്കേണ്ടത്.
First one. If A comma B are two non-zero non-collinear vectors, then A cross B is a vector perpendicular to both A and B. Perpendicular to both A and B. That is perpendicular to the plane containing A and B. Dot 2. A unit vector perpendicular to both A and B is A cross B divided by modulus of A cross B, where A and B are two non-zero non-collinear vectors. അപ്പോൾ എയും ബി രണ്ട് non-collinear vectors ആണെങ്കിൽ ആ രണ്ടിനും പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടർ A cross B by mod A cross B. 3. If A comma B are collinear vectors, that is like or unlike, then A cross B is equal to 0 vector കാരണം sin theta becomes 0. Like ആണെങ്കിൽ sin 0 വരും, unlike ആണെങ്കിൽ sin pi വരും. 4. If A vector equal to 0 vector or B vector equal to 0 vector, we define A cross B is equal to 0 vector. A o B o ഏതെങ്കിലും ഒന്ന് 0 vector ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ഡിഫൈൻ ചെയ്യാണ് A cross B is equal to 0 vector. Then അടുത്ത നോട്ട് 5, modulus of A cross B എന്ന് പറഞ്ഞു. ഓക്കെ, modulus of A cross B is equal to മോഡുലസിന്റെ ഉള്ളിൽ mod A mod B sin theta into n cap. ഓക്കെ, mod A ഒരു പോസിറ്റീവ് നമ്പർ, അതിന്റെ മോഡുലസ് mod A തന്നെയാണ്. അപ്പൊ mod A, mod B ന്റെ മോഡുലസ് mod B തന്നെയാണ്. sin theta നെഗറ്റീവ് വരാറുണ്ട് ട്രിഗണോമെട്രിയിൽ, പക്ഷെ നമ്മുടെ വെക്ടറിന്റെ അടുക്കുള്ള തീറ്റന്റെ സൈൻ നെഗറ്റീവ് വരില്ല. അപ്പൊ സൈൻ തീറ്റ നെഗറ്റീവ് വരാത്തതുകൊണ്ട് സൈൻ തീറ്റന്റെ മോഡുലസ് സൈൻ തീറ്റ തന്നെയാണ്. പിന്നെ മോഡുലസിന്റെ ഉള്ളിൽ എൻ ക്യാപ്പ് ഉണ്ടാവുക. എൻ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണല്ലോ. യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷനിലായാലും അതിന്റെ മോഡുലസ് 1 ആണ്. അപ്പൊ അത് 1 ആവും. അപ്പൊ mod A cross B പറയുമ്പോ mod A into mod B into sin theta എന്ന് മതി. അപ്പൊ മോഡുലസ് ഓഫ് A cross B ആണ് പറയുന്നതെങ്കിൽ അവിടെ എൻ ക്യാപ്പ് ഉണ്ടാവില്ല, എൻ ക്യാപ്പിന്റെ മോഡുലസ് 1 ആയി പോകും. So modulus of A cross B is mod A into mod B into sin theta. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് sin theta ക്ക് ഒരു ഫോർമുല എഴുതി വെക്കാം. sin theta is equal to modulus of A cross B divided by mod A into mod B. രണ്ട് വെക്ടറിന്റെ അടുത്തുള്ള ആംഗിളിന്റെ സൈന് കാണാനുള്ള ഫോർമുല sin theta is equal to modulus of A cross B divided by mod A into mod B. Modulus of A cross B divided by mod A into mod B. Cos theta ക്ക് ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ നേരത്തെ, ഡോട്ട് പ്രോഡക്റ്റിൽ നമ്മൾ കണ്ടല്ലോ. അതിങ്ങനെയായിരുന്നു A dot B divided by mod A into mod B അല്ലേ. അപ്പൊ sin theta ക്ക് ഇപ്പൊ ഫോർമുല വന്നു, cos theta ക്ക് നേരത്തെ ഫോർമുല അറിയാം. അപ്പൊ നിങ്ങൾ ഇനി ആംഗിൾ ചെയ്യുമ്പോൾ, രണ്ട് വെക്ടറിന്റെ അടുത്തുള്ള ആംഗിൾ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ cos theta ആണ് അപ്ലൈ ചെയ്തത്. ഇപ്പൊ രണ്ടും ആയ സ്ഥിതിക്ക്
ഇനിയിപ്പോൾ സൈൻ തീറ്റ അപ്ലൈ ചെയ്യോ അതോ കോസ് തീറ്റ അപ്ലൈ ചെയ്യോ അതോ നമുക്ക് ഇഷ്ടമുള്ള അപ്ലൈ ചെയ്യോ അതോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില ആളുകൾ പറയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് എനിക്ക് കാണാൻ എളുപ്പം, അതുകൊണ്ട് കോസ് തീറ്റ അപ്ലൈ ചെയ്യും, സൈൻ തീറ്റ അപ്ലൈ ചെയ്യില്ല. എന്നാൽ ഒരാൾ പറയാണ് ക്രോസ് പ്രോഡക്റ്റ് ആണ് എനിക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊരു ഒരു ഒരു ധാരണയിൽ എത്തണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സൈൻ തീറ്റ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് സൈൻ തീറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടി 1/2. ഇത് നെഗറ്റീവ് കിട്ടൂല, ഇത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഉള്ളതുകൊണ്ട് ഇത് നെഗറ്റീവ് കിട്ടൂല. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആണോ അതോ ഒബ്റ്റ്യൂസ് ആണോ എന്ന് തീരുമാനിക്കാൻ ഈ സൈൻ തീറ്റ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം 30 ഡിഗ്രി ആയാലും 150 ഡിഗ്രി ആയാലും സൈൻ തീറ്റ 1/2 ആ. സൈൻ 150 സൈൻ 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി സൈൻ 30 1/2 ആ. അപ്പൊ 30 ആണോ 150 ആണോ തീരുമാനിക്കാൻ പറ്റൂല. രണ്ട് ആംഗിൾ രണ്ട് വെക്ടറിന്റെ അടുത്ത് വരില്ല, ഒന്നുകിൽ 30 അല്ലെങ്കിൽ 150 അങ്ങനെ വരൂ. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഉറപ്പിക്കാൻ സൈൻ തീറ്റ കൊണ്ട് സാധിക്കില്ല. കാരണം 0 to π റേഞ്ചിലാണ് നമ്മുടെ തീറ്റ വരിക. 0 to π റേഞ്ചിൽ സൈനിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. 0 to π റേഞ്ചിൽ സൈനിന്റെ ഗ്രാഫ് ആദ്യ പകുതിയിൽ വന്ന അതേ വില അടുത്ത പകുതിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീറ്റ ഈ കയറി പോകുമ്പോഴുള്ള അക്യൂട്ട് ആണോ ഇറങ്ങി വരുമ്പോഴുള്ള ഒബ്റ്റ്യൂസ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. എന്നാൽ കോസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോസ് തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഏതാ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. 0 to π കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. 0 to π കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ല. 0 to π/2 പോസിറ്റീവും π/2 to π നെഗറ്റീവ് ആണ്. ഇത് കോസിന്റെ ഗ്രാഫ് ആണ്. അപ്പൊ കോസ് അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ കറക്റ്റ് നമുക്ക് കിട്ടും. ഇത് പോസിറ്റീവ് കിട്ടുകയാണെ അക്യൂട്ട് ആണ്, നെഗറ്റീവ് കിട്ടുകയാണെ ഒബ്റ്റ്യൂസ് ആണ്. അപ്പൊ എപ്പോഴും ആംഗിൾ കാണുമ്പോ നിങ്ങൾ കോസ് തീറ്റയെ ഉപയോഗിക്കാവൂ. സൈൻ തീറ്റ ഉപയോഗിച്ച് വന്നാൽ പിന്നെ അത് അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ എന്ന് കാണണമെങ്കിൽ പിന്നെ കോസ് തീറ്റ കാണാൻ പോണ്ടി വരും. ഓക്കെ, അപ്പൊ ആംഗിളിന്റെ പ്രോബ്ലത്തിൽ കോസ് തീറ്റ ഉപയോഗിച്ചോളൂ. എന്നാൽ സൈൻ തീറ്റക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട്, ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ നോട്ടായിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം ലോകത്ത് എവിടെ ചെന്നാലും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലടാ. അതൊന്നും ഇവിടെ ഉപയോഗിക്കാം നമുക്ക്. വി ഹാവ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സൈൻ തീറ്റക്ക് പകരം നമ്മൾ വെക്ടറിലേക്ക് വരുമ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി, അതിന്റെ സ്ക്വയർ. Cos theta a dot b divided by mod a into mod b, അതിനും സ്ക്വയർ is equal to 1. That is, separate square ചെയ്യുമ്പോൾ mod a cross b the square divided by the mod a into mod b square ചെയ്യുമ്പോൾ mod a square into mod b square plus ഇത് a dot b divided by a dot b square divided by mod a into mod a square into mod b square equal to 1. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആണ് എന്ത്? mod a square into mod b square. ഇവിടെ മോഡുലസ് ഓഫ് a cross b the square plus a dot b the square is equal to 1. ഇതൊന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞാൽ മോഡുലസ് ഓഫ് a cross b square പ്ലസ് എ ഡോട്ട് ബി സ്ക്വയർ ഇതങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വെക്ടറിനും ശരിയാവുന്ന റിസൾട്ടാണ്. എന്താണ്? മോഡ് എ ക്രോസ് ബിയും എ ഡോട്ട് ബിയും മോഡ് എ മോഡ് ബിയും തമ്മിലുള്ള ബന്ധം മോഡ് എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഇനി വെക്ടറിന്റെ സ്ക്വയറും അതിന്റെ മോഡുലസിന്റെ സ്ക്വയറും സെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ മോഡ് എ ക്രോസ് ബിന്റെ സ്ക്വയറിനെ എ ക്രോസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഇത് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് വേണേൽ എഴുതാം. ഇങ്ങനെ നിന്നോട്ടെ. അപ്പൊ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ ഇതിലിപ്പോ 3 അറിയെങ്കിൽ 4ാമത്തെ കണ്ടുപിടിക്കാം. മോഡ് എ ക്രോസ് ബിയും എ ഡോട്ട് ബിയും മോഡ് എയും അല്ലെങ്കിൽ മോഡ് ബി കണ്ടുപിടിക്കുക. അതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പ്രോബ്ലം വരികയാണെങ്കിൽ ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെഫിനിഷന് ഐയുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്.
പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ പ്രൊഡക്റ്റ്. നമ്മൾ സ്കാലാർ പ്രൊഡക്റ്റിന് പറഞ്ഞ പോലെ ഇവിടെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് പറഞ്ഞത്. കാരണം എ ക്രോസ് ബിക്ക് ഉപയോഗിച്ചത് എൻ ക്യാപ്പ് ആണെങ്കിൽ ബി ക്രോസ് എക്ക് മൈനസ് എൻ ക്യാപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഇറ്റ് ഈസ് ആന്റി കമ്മ്യൂട്ടേറ്റീവ്. അങ്ങനെ പറയാം. ആന്റി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ക്രോസ് ബി. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും എ ക്രോസ് ബിക്കും ബി ക്രോസ് എക്കും, പക്ഷേ ഡയറക്ഷൻ ഒന്ന് എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്, ഒന്ന് മൈനസ് എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബി ഈ ബോർഡിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ബി ക്രോസ് എ അപ്പുറത്ത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ എ ക്രോസ് ബിന്റെയും ബി ക്രോസ് എന്റെയും കണക്ഷന് അവർ തമ്മിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം, പക്ഷെ അത് ഈക്വൽ ആവില്ല. അതായത് എ ക്രോസ് ബി ചെയ്ത് പിന്നെ ക്രോസ് സി ചെയ്യാം, ഇത് എക്സിസ്റ്റ് ചെയ്യും. കാരണം എ ക്രോസ് ബി ചെയ്യുമ്പോൾ ഒരു വെക്ടർ കിട്ടുക, ആ വെക്ടറിനെ പിന്നെ വീണ്ടും ക്രോസ് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ എ ക്രോസ് ബി ക്രോസ് ഇതും ചെയ്യാം, പക്ഷെ ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആവില്ല. അതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഡോട്ട് പ്രോഡക്റ്റിന്റെ കേസിൽ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞത്. എ ഡോട്ട് ബി പിന്നെ ഡോട്ട് സി ചെയ്യാൻ തന്നെ പറ്റൂല, അതിന്റെ കാരണമൊക്കെ പറഞ്ഞതാ. പക്ഷെ ഇത് രണ്ടും ചെയ്യാം, ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. ചില പ്രത്യേക കേസിൽ അത് ഈക്വൽ ആവുന്നതൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രോപ്പർട്ടി ആയിട്ട് പറയണമെങ്കിൽ അത് ആൾവേസ് ഈക്വൽ ആവണം. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. പിന്നെ തേർഡ് വൺ, വെക്റ്റർ പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ, വെക്റ്റർ പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ. അതുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്രോസ് ബ്രാക്കറ്റിൽ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. ഇങ്ങനെ ബ്രാക്കറ്റ് തുറക്കാം. തേർഡ് വൺ, if a comma b are two vectors and m any scalar real number, then m into a vector cross b is same as a cross m into b is equal to m into a cross b. m ഒരു നമ്പർ. അപ്പോൾ നമുക്ക് 2a ക്രോസ് ബി ആണുള്ളതെങ്കിൽ ഇത് 2 അവിടെ പുറത്തെടുത്തിട്ട് ഇൻറ്റു എ ക്രോസ് ബി എന്ന് എഴുതാം. വേറെ ഒന്ന് എ ക്രോസ് 5b ആണുള്ളതെങ്കിൽ 5 ഇങ്ങോട്ട് പുറത്തെടുത്തിട്ട് എയും ബിയും ക്രോസ് ചെയ്യാം. ഇനി രണ്ടാളെപ്പോഴും സ്കേലാർ ഉണ്ടെങ്കിൽ ഇപ്പൊ -3a ക്രോസ് 8b ആണെങ്കിൽ ഇത് -3 into 8 -24 വെച്ചിട്ട് എ ക്രോസ് ബി ചെയ്താൽ മതി. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും വെക്ടറിന്റെ കൂടെ ഒരു സ്കേലാർ ഇൻറ്റു ഉണ്ടെങ്കിൽ ആ സ്കേലാർ പുറത്തെടുത്തിട്ട് വെക്ടറുകളെ ക്രോസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, നമുക്ക് രണ്ട് വെക്ടറുകൾ ക്രോസ് ചെയ്തപ്പോൾ 0 വെക്ടർ കിട്ടുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ എന്തൊക്കെ ചാൻസുകളാണ് ഉള്ളത്? എയും ബി ക്രോസ് ചെയ്യുമ്പോൾ 0 വെക്ടർ കിട്ടാൻ ഒരു ചാൻസ് എ വെക്ടർ 0 ആയാൽ സംഭവിക്കും, ഓർ ബി വെക്ടർ 0 ആയാൽ സംഭവിക്കും. അതും അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് എയും ബിയും 0 ആവാതെ എ ക്രോസ് ബി 0 ആവില്ല. എപ്പോഴാ? സൈൻ തീറ്റ 0 ആവുമ്പോ. സൈൻ തീറ്റ എപ്പോഴാ 0 ആവുക? തീറ്റ ഒന്നുകിൽ 0 ആവുക അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുക, ഒന്നുകിൽ ലൈക്ക് പാരലൽ ആവുക അല്ലെങ്കിൽ അൺലൈക്ക് പാരലൽ ആവുക. അപ്പൊ പാരലൽ എന്ന് പറയാം, എ പാരലൽ ടു ബി. അത് ഡോട്ടിൽ എങ്ങനെയായിരുന്നു? എ ഡോട്ട് ബി 0 നമ്പർ ആവല് എ 0 ആവുക അല്ലെ ബി 0 ആവുക, അല്ലെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആവുക. ഇവിടെ അത് പാരലൽ. അപ്പൊ എയും ബിയും 0 അല്ലാതെ എ ക്രോസ് ബി 0 വെക്ടർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞോ അവർ ഒന്നുകിൽ ലൈക്ക് പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ അൺലൈക്ക് പാരലൽ ആയിരിക്കും. ലാസ്റ്റ് വണ്, ഒരു വെക്ടർ
അതിനോട് എന്നെ ക്രോസ് ചെയ്തു, ഏതോ ഒരു വെക്ടർ അതിനോട് എന്നെ ക്രോസ് ചെയ്തു. എന്നാലോചിച്ച് നോക്കിയേ, ലൈക്കല്ലേ, എയും എയും ലൈക്കല്ലേ, ലൈക്കാകുമ്പോൾ സീറോ വെക്ടറേ വരുള്ളൂ. അപ്പോൾ അത് ചെറിയ പോയിന്റ് ആയിട്ട് വിചാരിച്ചു ഓർത്ത് വെച്ചോ. ഒരു വെക്ടറിനെ അതിനോട് തന്നെ ക്രോസ് ചെയ്താൽ ഒരു സംശയം വേണ്ട, സീറോ വെക്ടറെ കിട്ടും. അല്ലാത്ത കേസിലും പാരലൽ ആകുമ്പോൾ സീറോ വെക്ടർ കിട്ടും. സീറോ വെക്ടർ ഏതെങ്കിലും ആണെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ സീറോ വെക്ടർ കിട്ടും. അപ്പോൾ എ ഡോട്ട് എന്തായിരുന്നു? എ ഡോട്ട് ഈസ് ഈക്വൽ ടു മോഡ് എന്റെ സ്ക്വയർ. പക്ഷെ എ ക്രോസ് എന്താ? മോഡ് എന്റെ സ്ക്വയർ അല്ല, സീറോ വെക്ടർ. കാരണം മോഡ് ഇൻറ്റു സൈൻ സീറോ അതില്ല, സീറോ വെക്ടർ. ഇത്രയും പ്രോപ്പർട്ടീസ് വെക്ടർ പ്രോഡക്റ്റ് മനസ്സിലാക്കുക, നല്ലോണം റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.